ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ദാ ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ ഒരു ക്രോക്കറി യൂണിറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞങ്ങളുടെ ഷോക്കേസ് ആയിരുന്നേ. പിന്നീട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഫ്രണ്ടിലൊരു കബോർഡ് വെച്ചിട്ട് അത് ഷോക്കേസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇത് ഞാൻ ക്രോക്കറി യൂണിറ്റ് ആയിട്ട് മാറ്റി കേട്ടോ. പിന്നെ ഒരു ഗുരുവായൂരപ്പന്റെ പടം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കണി കാണാൻ നേരത്ത് വെക്കുന്ന കൃഷ്ണന്റെ പടമാണ്. ഇപ്പം ഒരു 2 വർഷമായിട്ട് ശിവചേട്ടൻ ഒരു കൃഷ്ണന്റെ ബിംബം വാങ്ങിച്ചത് കൊണ്ട് അതാണ് വെക്കുന്നത്. പക്ഷെങ്കിലും ഈ കൃഷ്ണൻ എപ്പോഴും ഇവിടെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ് കേട്ടോ. അതെപ്പോഴും ഇവിടെ ഉണ്ടാവും. അതുപോലെ അതിന്റെ ബാക്കിൽ കുറച്ച് മയിൽപ്പീലിയും വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ക്രോക്കറി യൂണിറ്റിന്റെ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം മുമ്പ്, എനിക്ക് ഇടയ്ക്ക് കുറേ നാള് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും മാറി മാറി അസുഖങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഞാനിത് ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാസത്തിലൊരു പ്രാവശ്യം ഈ പാത്രങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഈ റാക്കുകളൊക്കെ ഒന്ന് തുടച്ച്, ഈ ഗ്ലാസും തുടച്ച്, ഇതിന്റെ റാക്കെല്ലാം ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോഴത്തേക്കും അതും തുടച്ച് പാത്രങ്ങളും തിരിച്ച് വേറൊരു തുണി വെച്ച് വെറുതെ ഒന്ന് തുടച്ചങ്ങ് വെക്കുകയുള്ളായിരുന്നു. പക്ഷെ 6 മാസം കൂടുമ്പോൾ, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ ഈ പാത്രങ്ങളെല്ലാം എടുത്തൊന്ന് കഴുകും. അപ്പൊ അത് എന്തായാലും അത് ചെയ്യാനുള്ള സമയമായി. ഓണത്തിന് മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പൊ അതെന്തായാലും ചെയ്യാനുള്ള സമയമായി. ഞാൻ സാധാരണ നമ്മൾ കർക്കിടകത്തിന് നാടിയറുതിയില്ലേ, അപ്പൊ അതിന്റെ ക്ലീനിങ്ങിന്റെ സമയത്ത് ഓരോ ദിവസവും ഓരോ റൂം ക്ലീൻ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ആടിയറുതിയുടെ ഒന്ന് എല്ലായിടവും കൂടെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്താണ് കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇതും ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഈ കർക്കിടകമൊക്കെ ഫുൾ വയ്യായികയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ല അഴുക്കുണ്ട്. ഏതാണ്ട് ഒരു 2 മാസത്തെ അഴുക്ക് ഇതിൽ ഓൾറെഡി കിടപ്പുണ്ട്. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ 6 മാസം കൂടുമ്പോൾ ആകെ തേച്ച് കഴുകുന്നത് കഴുകാത്തതിൻ്റെ ഒരു ഇത്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് തേച്ച് കഴുകുമ്പോൾ ഒരുപാട് ഇട്ടങ്ങ് തേച്ച് കഴുകുമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു സോപ്പ് സൊല്യൂഷനിൽ വെറുതെ ഒന്ന് അലസിയെടുത്താൽ ഇത് ഇതുപോലെ തന്നെ സ്പാർക്ലിംഗ് ആയിട്ട് ഇരിക്കും. ഒരു ഗ്ലാസ്. ഇത് നമ്മുടെ ഡോറെന്ന് പറയുന്നത് ഇങ്ങനെ സ്ലൈഡിങ് ആണ്, കാരണം പഴയ ഡോറാണ്. അവിടുന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ്ട, ഇതിനൊരു സ്പാർക്ലിംഗ് എഫക്റ്റ് ഉണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗ്ലാസ്സുകൾക്കും ആ ഒരു സ്പാർക്ലിംഗ് ഒരു ഇത് കാണും. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ആദ്യം തന്നെ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിൽ വെക്കാം. വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ സ്ലൈഡിങ് ഡോറാണ്, പഴയ മോഡലാണ്. അതുകൊണ്ട് അന്നത്തെ ആ ഒരു ടൈപ്പാണ്. പിന്നീട് അത് ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ഇതിങ്ങനെ ഡോർ ആക്കണം എന്നൊരു ഇതുണ്ട്. പിന്നെ ഇനി ആരെങ്കിലും വീട് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ക്രോക്കറി യൂണിറ്റ് വെക്കുകയോ എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സ്ലൈഡിങ്ങിനേക്കാളും കൂടുതൽ മറ്റേ തുറക്കുന്ന ഡോറില്ലേ, അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ക്ലീൻ ചെയ്യാനും നമുക്കതാണ് സൗകര്യം. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, അതാ ഈ ഗ്ലാസിന്റെ ഇവിടെ. പക്ഷെ അതൊക്കെ നമുക്ക് ഈ നടുക്ക് ഭാഗം വരുമ്പോഴത്തേക്ക് ബാക്ക് സൈഡ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ തുറന്നു വെച്ചിട്ട് അകഭാഗവും ക്ലീൻ ചെയ്യാം, അടയ്ക്കുമ്പോൾ പുറം ഭാഗവും ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സാരമില്ല, 3 വർഷം പഴക്കമുള്ളതല്ലേ, അതിന് വേറൊരു കുഴപ്പമൊന്നുമില്ലാതെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാ കണ്ട, ഈ എച്ചം, അതായത് പല്ലിയുടെ കാട്ടത്തിനെയാണ് നമ്മളിവിടെ എച്ചോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ വീണ് അത്രയും ഒരു പരുവമായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതെല്ലാം എടുത്ത് ഇവിടുന്ന് മാറ്റിയിട്ട് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വായോ വീഡിയോയിലേക്ക്. അതാ ഇതിലിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് നമ്മൾ അടുക്കളയിലെ സിങ്കിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കഴുകാനായിട്ട്. അപ്പൊ ഇനി ഇതില് ഞാൻ 3-4 വേഷത്തിൽ വരും കേട്ടോ. വേറൊന്നും അല്ല, ഇൻട്രൊഡക്ഷൻ എടുത്തത് പുറത്ത് പോയിട്ട് വന്നിട്ടാണ്. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ റാക്കൊക്കെ ക്ലീൻ ചെയ്തതും അടുക്കി വെച്ചതും ഒക്കെ തൊട്ടടുത്ത ദിവസമാണ്. കാരണം ഇത്രയും പാത്രങ്ങൾ ഉണങ്ങി കിട്ടണ്ടേ. അതുപോലെ നമ്മുടെ റാക്കും ഒന്ന് കഴുകി ഇത് ഉണങ്ങി ഒന്ന് തുടക്കുന്നേക്കെ ഒന്ന് ഉണങ്ങി കിട്ടണം. അപ്പൊ നന്നായിട്ട് എയർ ഡ്രൈ ആയിട്ട് വെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് അടുത്ത ദിവസം വെക്കുന്നത് കേട്ടോ.
അപ്പം വേറെ പാടൊന്നുമില്ല ഇത് കഴുകാനായിട്ട്. കുറച്ചൊരു ലിക്വിഡിന്റെ സൊല്യൂഷൻ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് തേച്ച് കഴുകിയാൽ മതി. പിന്നെ ഇത് നമ്മുടെ റാക്കുകൾ കഴുകാനായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഒന്നുമില്ല, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡും 2 ടേബിൾ സ്പൂൺ വിനീഗറും 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ബൗളിൽ എടുത്താലും മതി. അതിനുശേഷം ആദ്യം തന്നെ നമ്മുടെ ഈ റാക്കുകളൊക്കെ ഉണ്ടല്ലോ വെറുതെ ഒരു പ്ലെയിൻ തുണി വെച്ച് തുടയ്ക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന എന്താണെന്ന് അറിയാമോ? പ്രത്യേകിച്ച് തുണി ഇതിനു വേണ്ടി വെക്കില്ല. നമ്മുടെ പഴയ തുണികളോ കീറിയ തുണികളോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും ഇതുപോലെ തുടയ്ക്കുക. അപ്പൊ ആദ്യം എടുത്ത തുണി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും അഴുക്കായിട്ടുണ്ടായിരുന്നു. ആദ്യം എന്തായാലും ഇതുപോലെ വെറുതെ ഒരു തുണി വെച്ച് തുടയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടി എല്ലാം കൂടെ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതെന്തായാലും വെള്ളമാണല്ലോ, അതും കൂടെ ചേർന്നിട്ട് ഒരുമാതിരി ഇങ്ങനെ ചളുപുളാന്നാവും കേട്ടോ. ചളിയൊക്കെ പുഴണ്ടതുപോലെ ആവും. പിന്നെ അത് തുടച്ച് നമ്മൾ കുറേ സമയം എടുക്കും. ഇതാവുമ്പം അത്രയ്ക്ക് പാടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനുശേഷം ഞാൻ വേറൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ റാക്കുകളിലും നമ്മുടെ ഈ സ്ലൈഡിങ് ഡോറിലും എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ലിക്വിഡ് ഇങ്ങനെ പുറത്തും അകത്തും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ നേരെ കാണുന്ന ആ യെല്ലോ പെയിന്റ് അടിച്ച ആ ചുമരിലും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് തുടയ്ക്കുന്നതിന്റെ കൂടെ അതും കൂടെ ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പൊ അടുത്ത ഒരു തുണി എടുത്തു, അത് വെച്ചിട്ട് നമ്മുടെ എല്ലായിടവും ഒന്ന് തുടയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഇതിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ വാഷ് ബേസിൻ വരുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആ വാഷ് ബേസിനിൽ നിന്ന് ഈ തുണി ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ വെള്ളമാണ്, സോപ്പിന്റെ മയം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ വെള്ളവും കൂടെ ആവുമ്പോഴത്തേക്ക് ആ സോപ്പ് അങ്ങ് കൂടിപ്പോവും. അപ്പം നമ്മളൊന്ന് വെറുതെ ഒന്ന് മുക്കി പിഴിഞ്ഞെടുത്താൽ മതി. വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ടേ, നന്നായിട്ടൊന്നും കഴുകണമെന്നില്ല, വെറുതെ ഒന്ന് അലസി കഴുകി പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ തുണി വെച്ച് തന്നെ അങ്ങ് തുടച്ചെടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പൊടിയെല്ലാം തുടച്ചെടുത്തത് കൊണ്ട് ഇപ്പം നല്ല എളുപ്പമാണ് കേട്ടോ ക്ലീനിങ് എന്ന് പറയുന്നത്. ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇനി ഈ ഡോറ് തുടയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. അപ്പൊ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കിടന്ന് ഉണങ്ങട്ടെ കേട്ടോ. അപ്പൊ ഇത് അടുത്ത ദിവസമാണ്. അപ്പൊ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നല്ല എയർ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ പാത്രങ്ങൾ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ച് തരാൻ സഹായിച്ചതും അതുപോലെ ഇപ്പൊ എടുത്തു വെക്കാൻ സഹായിക്കുന്നത് നമ്മുടെ മാതുക്കുട്ടിയാണ് കേട്ടോ. മാധു ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം ഇതിനകത്തിരുന്ന പാത്രമൊക്കെ ഞാൻ പെട്ടെന്ന് മുകളിലോട്ടിരുന്ന് എല്ലാം വാരിയെടുത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിലോട്ട് അങ്ങ് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. മാധു ആണ് അത് ഇവിടുന്ന് കിച്ചണിലോട്ട് എനിക്ക് കൊണ്ടു തന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ഇപ്പൊ എടുത്തു തരുന്നത് മാധുവാണ്. പിന്നെ എൻ്റെ ഇരിക്കുന്ന പാത്രങ്ങളൊന്നും തന്നെ ഇപ്പൊ ഉള്ളതോ പുതിയതോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഉള്ളതെല്ലാം പഴയ കളക്ഷനാണ്. പഴയതെന്ന് പറഞ്ഞാൽ നല്ല പഴയതാണ്. മിക്കതിനും ഈ വീടിനോളം തന്നെ പഴക്കമുണ്ടെന്ന് പറയാം, അത്രയും പഴയതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും നന്നായിട്ട് അത് മാക്സിമം നന്നായിട്ട് ഇനി ഇരിക്കുന്നുമുണ്ട്. ഒന്നും അങ്ങനെ നശിഞ്ഞു പോകുന്നൊന്നുമില്ല. അതൊക്കെ മിക്കവാറും നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് തിരിച്ചു വെക്കുകയാണ് കേട്ടോ. എത്ര പഴക്കമുള്ളതായാലും നമ്മൾ ഇതുപോലെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തേച്ച് കഴുകി നന്നായിട്ട് എയർ ഡ്രൈ ചെയ്യണം എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ അങ്ങനെ തുണി വെച്ച് തുടയ്ക്കാറില്ല. ചിലരെ ഇടയ്ക്കൊന്ന് തുണി വെച്ച് തുടച്ചു കൊടുക്കുന്നതും കാണാം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഉണക്കി തന്നെയാണ് എടുക്കുന്നത് ഇങ്ങനെയുള്ള പാത്രങ്ങള് കഴുകി വെക്കുന്ന ദിവസങ്ങളിൽ. അല്ലാത്തപ്പോ വെറുതെ ഒന്ന് പൊടി തുടച്ചെടുക്കും. അപ്പൊ നമ്മുടെ പൊന്നുകുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനും മോളും 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു, മലപ്പുറത്ത് വരുന്നു കേട്ടോ. ശിവചേട്ടന്റെ കസിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. എൻഗേജ്മെന്റ് അല്ല, കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പയ്യന്റെ വീട്ടിൽ നിന്ന് വരുമല്ലോ അത്. ശിവചേട്ടന്റെ കസിൻ എന്നുള്ള പേരേ ഉള്ളൂ കേട്ടോ. ഞാനുമായിട്ടാണ് അവരെല്ലാവരും കൂടുതൽ അറ്റാച്ച്ഡ്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന, നമ്മളെപ്പോഴും പറയില്ലേ കല്യാണം, വീട്, കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഒരു ഇതാണെന്ന്. അതെ, കാരണം ഇത് പെട്ടെന്ന് വന്നൊരു അലയൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നിശ്ചയം പോലെ ഡേറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാ. അപ്പൊ എല്ലാവർക്കും നേരത്തെ പറയാത്തത് കൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പൊ നമ്മളെ മാധുവിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ടിക്കറ്റ് ഇല്ലാതെയൊക്കെ പോവുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അപ്പൊ ഞാനും ശിവചേട്ടനും കൂടെ പോവാം എന്നാണ് ആദ്യം കരുതിയത്. പിന്നെ പ്ലാൻ മാറ്റിയിട്ട് ശിവചേട്ടനും പൊന്നും കൂടെ പോയി. ഞാനും മാധവും കൂടെ ഇവിടെ വീട്ടിൽ നിൽക്കുകയും ചെയ്തു.
തിരുവോണത്തിന്റെ അന്ന് വൈകുന്നേരം അവർ പോയി. അടുത്ത ദിവസം തന്നെ അവര് പരിപാടി കഴിഞ്ഞതും അന്ന് രാത്രി തന്നെ അവര് കയറി കേട്ടോ. പിന്നെ ഇത് ഇപ്പൊ വെക്കുന്നില്ലേ, ഈ റാക്കിലിരിക്കുന്നത് ഫുള്ള് നമ്മള് മാത്രമാണ് ഞാൻ വാങ്ങിച്ചതെന്ന് പറയാൻ. അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. ബാക്കിയെല്ലാം പഴയ സ്റ്റോക്കുകളാണ്. ഇത്രയും പാത്രങ്ങളേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചതെന്ന് പറയാനായിട്ട്. അപ്പൊ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ ഇതുപോലെ വീട്ടില് നിങ്ങളുടെ ക്രോക്കറി യൂണിറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ടോ, അടുക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ഇത് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, കിച്ചൺ കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.